പ്രത്യേക സമിതി രൂപീകരിച്ചു. പക്ഷേ ആ സമിതിക്ക് മുന്നിലേക്ക് എത്താൻ തയ്യാറല്ല എന്ന് ആക്ച്വലി പറഞ്ഞത് ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. മാധ്യമങ്ങളുടെ പ്രഷർ കാരണമാണ് എൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ആ സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചാനലുകളിലൂടെയാണ് കാണുന്നത് ഇന്ന ആൾക്കാരാണ് സമിതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിതുവരെ ഒഫീഷ്യലി ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ആരാണ് സമിതിയിലുള്ളതെന്ന്. അപ്പോൾ ഞാൻ കേട്ടു പ്രസിഡൻറ്റും സെക്രട്ടറിയും സമിതിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരോപണം ഉയർത്തിയ കൂട്ടത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണ വിധേയയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു സമിതിയിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പരാതി പറയാൻ വേണ്ടി വീണ്ടും പോവില്ല. കാരണം ഇതിൻ്റെ മുന്നേ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ്. ആ പ്രസിഡന്റിൻ്റെ അരികെ ഞാൻ വീണ്ടും എന്തിന് പരാതിയുമായിട്ട് പോകണം? ഞാൻ എൻ്റെ മനസ്സിൽ വന്ന 3 പേരുകളാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻ ചേട്ടൻ, മാല പാർവതി ചേച്ചി, രമേശ് പിഷാരടി ചേട്ടൻ, ഇങ്ങനെ പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ എൻ്റെ മെയിലിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ 3 പേരല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് നിൽക്കാത്ത അമ്മ സംഘടനയിലെ ആരെ വേണമെങ്കിലും സമിതിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ ആരോപണ വിധേയരായിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരും ആ സമിതിയിൽ ഉണ്ടാവാൻ പാടില്ല. അവർ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഒരു ഡിഫേമേഷൻ ആംഗിൾ, മൊഴി എടുക്കണേക്കാൾ മുന്നേ പറഞ്ഞത് ഡിഫേമേഷൻ ആംഗിളിലാണ് അത് കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു ഡിഫേമേഷൻ ആംഗിൾ അല്ല, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഒഫൻസാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഇവർ പ്രാഥമിക അന്വേഷണം നടത്തും 14 ദിവസം, അതിനുശേഷം ആണ് FIR ഇടനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതവർക്ക് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒഫൻസുകളെല്ലാം 7 വർഷത്തിന് താഴെയും 3 വർഷത്തിൽ കൂടുതലും ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് അവർ FIR ഇടുന്നില്ല എന്നാണ് അവരെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കും എന്നുള്ളത് തന്നെയാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും. പോലീസിൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലേ ഇപ്പോഴത്തെ